പോകുന്നത് രാജ്യ തലസ്ഥാനത്തേക്കാണ്. അവിടെ പുകപടലം കൊണ്ട് ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത്. അതിരൂക്ഷമായ അവസ്ഥയിലാണ് വായു മലിനീകരണം. ചാന്ദിനി ചൌക്ക്, ഭവാന, ബുരാസി എന്നിവിടങ്ങളിൽ വായു ഗുണനിലവാര സൂചിക 400-ന് മുകളിലെത്തിയിരിക്കുന്നു. പല മേഖലകളിലും വായു ഗുണനിലവാര സൂചിക 350-ന് മുകളിലാണ് ഇപ്പോഴും തുടരുന്നത് എന്ന് തന്നെ ആശങ്കയുണ്ടാക്കുകയാണ്. എന്തായാലും രാജ്യതലസ്ഥാനത്തേക്ക് തന്നെ പോകാം. അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ തേടാം. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, വായു മലിനീകരണം വളരെ മോശം അവസ്ഥയിൽ നിൽക്കുന്നു. സാധാരണ ആളുകൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നതായുള്ള റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യാനാണ് ആലോചന? കാരണം പല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അതൊക്കെ ഫലം കാണുന്നുണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ ക്ലൗഡ് സീഡിംഗ് നടത്തി കൃത്രിമ മഴ പെയ്യ്ക്കാനുള്ള നീക്കങ്ങളൊക്കെ ഊർജിതമായി നടക്കുന്നുണ്ടോ? എന്താണ് ഒരു പ്രശ്ന പരിഹാരത്തിന് ഡൽഹി സർക്കാർ ശ്രമിക്കുന്നത്? എന്ത് പ്രശ്നപരിഹാരമാണ് കണ്ടെത്തിയിരിക്കുന്നത്? ജിൽസി, എല്ലാ വർഷവും വായു മലിനീകരണത്തിലുള്ള പ്രശ്നപരിഹാരം സർക്കാർ തേടുമ്പോഴും യാതൊരുവിധ പ്രതിവിധിയും കാണുവാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു, സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വായു മലിനീകരണം രൂക്ഷമായി തന്നെ തുടരുന്നു. എനിക്ക് പിന്നിൽ എത്രത്തോളം ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമെന്ന് അറിയില്ല. ഒരു വെള്ള പുക പോലെ കാണുന്നത് അത് ഡൽഹിയിൽ തണുപ്പുകാലം വരുമ്പോൾ കാണുന്ന ഒരു സ്വാഭാവിക കാഴ്ചയാണ്. പക്ഷേ അത്തരമൊരു കാഴ്ചയൊന്നുമല്ല, ഇത് മലിനീകരണമാണ്. കാരണം ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെയാണ് ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായത്. അതിനു മുൻപേ കഴിഞ്ഞ വർഷത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ മലിനീകരണ തോതെന്ന് പറയുന്നത് കുറവായിരുന്നു. പക്ഷേ ഇത്തവണ അത് വളരെ ക്രമാതീതമായി ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം പടക്കങ്ങളടക്കം ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഇല്ലാതെ പൊട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഡൽഹിയിൽ ഉണ്ടായത്. ഹരിതപ്പടക്കങ്ങൾക്ക് മാത്രമായിരുന്നു ഒരു അനുമതി നൽകിയിരുന്നെങ്കിലും പിന്നീട് സാഹചര്യങ്ങൾ കൈവിട്ടു പോകുകയായിരുന്നു. പിന്നീട് പല ശ്രമങ്ങളും ഡൽഹി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ക്ലൗഡ് സീഡിംഗ് നടത്തുകയും കൃത്രിമ മഴ പെയ്യിക്കാൻ വേണ്ടി ഏകദേശം 1 കോടി രൂപയോളം ഡൽഹി സർക്കാർ മുടക്കുകയും അത് പക്ഷേ പൂർണ്ണമായും ഒരു പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. ഇന്നും വായു മലിനീകരണ തോത് ഉയരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു അല്പം കുറവ് വന്നെങ്കിലും ഇന്നത് അതിലേറെ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. പല മേഖലകളിലും 350-ന് മുകളിലാണ് വായു ഗുണനിലവാര സൂചിക എന്ന് പറയുന്നത്. അത് ആനന്ദ് വിഹാറിലെ 350-ന് മുകളിലുണ്ട്. അതുപോലെ തന്നെ ബുരാടി, അതുപോലെ തന്നെ മറ്റു മേഖലയിൽ ഭവാന അടക്കമുള്ള മേഖലയിൽ 400-ന് മുകളിലേക്ക് ഇത് പോയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഡൽഹിയിലെ ജനങ്ങൾക്ക് വായു മലിനീകരണം വരുത്തിവെക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ചില കണക്കുകൾ വന്നിരുന്നു. അതായത് 4-ൽ 3 വീടുകൾ, ഒരു ഏരിയയിലെ 4-ൽ 3 വീടുകൾ പരിശോധിച്ചാൽ 3 വീടുകളിലും ഈ വായു മലിനീകരണം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകുമെന്നതാണ്. ഇതുകൂടാതെ തന്നെ ആശുപത്രിയിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കാരണം എത്തുന്നവരിൽ വലിയ രീതിയിലുള്ള വർധന ഉണ്ടായിരിക്കുന്നു. കുട്ടികൾക്കടക്കം വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് വായു മലിനീകരണം വരുത്തിവെച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചില നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. BS3-ൽ താഴെയുള്ള ചരക്ക് വാഹനങ്ങൾക്ക് ഡൽഹിയിലേക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ക്രമീകരണം, മാസ്കുകൾ അടക്കം ധരിക്കണം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ എല്ലാ വർഷവും നടത്തുന്ന പോലെ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോഴും വായു മലിനീകരണത്തിന് യാതൊരുവിധ പ്രതിവിധിയും ഇതുവരെ കാണുവാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം ആം ആദ്മി സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ കൃത്രിമ മഴ വഴിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയപ്പോൾ അന്ന് കേന്ദ്ര സർക്കാർ അതിനൊരു തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു. പല ആരോഗ്യ പ്രശ്നങ്ങൾ വഴിവെക്കുമെന്നായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ BJP സർക്കാർ ഡൽഹിയിലേക്ക് വന്നപ്പോൾ അതിന് അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. പക്ഷേ യാതൊരുവിധ പ്രതിവിധിയും ഇപ്പോഴും കാണുവാൻ സാധിച്ചില്ല. വായു മലിനീകരണം രൂക്ഷമായി തന്നെ തുടരുന്നു. ഡൽഹിയിലെ ജനങ്ങൾ എല്ലാ വർഷവും ബുദ്ധിമുട്ടുന്നത് പോലെ ഈ വർഷവും അവരുടെ ബുദ്ധിമുട്ടുകൾ തുടരുകയാണ്. ഇത് അനുഭവിക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്.